Senior Sebastian Viu, immediate past president. Next, I would like to invite our President, Senior Chamber National Para Legion, City Legion. His professional experience is Spices Valley Jersey Para chapter number in 1995 to 1998 and secretary also. Senior Chamber National Para Legion Chapter General Secretary. President 2023-24. Coordinator 2024-25. In Kerala Vyapari Vyavasai Ekopana Samiti Perawadi Unit, former President. Area General Secretary, District Secretariat Member, Sumawa Electronics and Power Solutions Equipment Locations, Mount Road, Chennai and Thalassery. Award and Honors, Best President Award in 2023-24, Best Legion Award, National Excellence Award in 2023-24, Best Legion Extension Award 2023-24, Kalabhavan Khani Kalapratibha Puraskaram 2023-23, Tahir Trust Mumbai Best Voice Award, Kani International Trust Best Performance Award, Star Media Best Singer Award. And also I would like some additional information also. Artistic pursuits, writer, stories, screenplays, poetry, lyricist, singer, wife, Shibina, son, Agash Manu and Agash Manu and Agash Manu. I would like to invite Mr. Senior Manoj sir on the dais. Now I invite our past National Vice President, Senior Professor P.P. sir, onto the dais. It's not that big now. Now I invite our National Director, Rotan Development, Senior PPF Benny sir, sir. He's also not there, not here, come soon. And now I invite National Vice President, Senior Advocate Jalpisam Babu sir on the dais. Now, let us start our program. I invite Secretary Kodagai. Our City Legion. Instruction ceremony meeting called to order.
Now, this is the time for obituary. Dear seniors, ഈ അടുത്ത കുവൈത്തിൽ നടന്നിട്ടുള്ള ദുരന്തത്തിൽ നമുക്കൊരുപാട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞങ്ങളുടെ റീജിയൻ്റെ ജനറൽ സെക്രട്ടറി സജീവൻ്റെ മാതാവ് അവർ നമ്മളെ വിട്ടുകഴിഞ്ഞു. അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു നിമിഷം മൗനമാചരിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട്. Welcome, National Coordinators, Professor Pradeep PTF and National Coordinator Director Benny MJ on the stage. Thank you for Now I would like to invite Mr. Senior Sukumaran for Senior Chamber Creed. ഓണാക്കില്ല. We believe that there is only cipher and number for the record, that man cannot better his experience, that we must be responsible and actively, that he must be paragon of perfect citizenship. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു സായം സന്ധ്യയിൽ ഇതുപോലെ പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ നമ്മുടെ ഈ പരിപാടി പുരോഗമിക്കുന്നതിൽ വളരെ ചാരിതാർത്ഥ്യം തോന്നുന്നു. നമ്മുടെ ലീഡേഴ്സായിട്ടുള്ള നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരുപിടി നേതാക്കന്മാർ നമ്മുടെ ഈ മഹനീയ മീറ്റിംഗിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന സംഘടന കഴിഞ്ഞ കുറെ വർഷക്കാലമായി കേരളത്തിലും വളരെ റീസെന്റായിട്ട് ഇന്റർനാഷണൽ ലെവലിലും പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയായിട്ട് വളരാനും ജനസമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, 4-5 വർഷങ്ങൾക്ക് മുന്നേ പേരാവൂർ ലീജിയന്റെ തുടക്കത്തിൽ ഒരു ഇന്റർനാഷണൽ സീനിയർ ചേംബർ എന്നൊരു സംഘടനയുടെ സാങ്കത്യം എന്തെന്ന് നമ്മളോട് ചോദിച്ച പല ആളുകളും ഇന്ന് നമ്മുടെ സംഘടനയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതിനും അതുപോലെ നമ്മളോട് സഹകരിക്കുന്നതിനും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. നമ്മുടെ ലീജിയന്റെ കീഴിൽ 3 പുതിയ ലീജുകൾ രൂപീകരിക്കുന്നതിനും നമ്മുടെ വളർച്ചയുടെ പടവുകൾ ഉന്നതങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിനും ആരോഗ്യത്തിനും ഒക്കെ നല്ല രീതിയിൽ ഉപകരിക്കപ്പെടുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറെ വർഷക്കാലം കൊണ്ട് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നമുക്ക് അങ്ങോട്ട് ഒത്തൊരുമയോട് കൂടി നിന്നുകൊണ്ട് പേരാവൂർ ലീജിയന്റെ പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ നേരിട്ട് ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ഏറ്റെടുത്തായിട്ട് നടത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. എന്നിരുന്നാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഈ സീനിയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവൽ നമ്മുടെ മനസ്സിനാണ് സീനിയോറിറ്റി കൂടുതലും ഫീൽ ചെയ്യാറ്.
അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കൂടിച്ചേരലുകൾ നമ്മളെ നിരന്തരം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോഴും ചെറുപ്പക്കാരികളുമായിട്ട് മാറുന്ന ഒരു നിലയിലേക്ക്, നമ്മുടെ മനസ്സുകൊണ്ട് മാറുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മകളെ രൂപപ്പെടുത്തുന്നതിനും അങ്ങനെ പരുവപ്പെടുത്തുന്നതിനും വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ സംഘടനയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഇതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നാഷണൽ ലീഡേഴ്സ് ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ചീഫ് ഗസ്റ്റ് ജയപ്രസാദ് ബാബു സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ നാഷണൽ വൈസ് പ്രസിഡന്റ്. കോഴിക്കോട് നിന്നും മുന്നേ തന്നെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി പേരാവൂർ ലീജിന്റെ പേരിലും അതുപോലെ എന്റെ വ്യക്തിപരമായ പേരിലും വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് നല്ലൊരു പ്രഭാഷണം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മൾക്കൊക്കെ സുപരിചിതനായിട്ടുള്ള PPM പ്രൊഫസർ പ്രദീപ്, അദ്ദേഹം പാസ്റ്റ് നാഷണൽ വൈസ് പ്രസിഡന്റ് ആണ്. പേരാവൂർ ലീജിനെ സംബന്ധിച്ചിടത്തോളം പ്രദീപ് സാറിനെ പ്രത്യേകം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയില്ല. അദ്ദേഹത്തിന്റെ നമ്മളോടുള്ള സഹകരണവും അതുപോലെ നമ്മളോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നേ കഴിഞ്ഞുപോയ മീറ്റിംഗുകളിൽ വളരെ പ്രകടമായ രീതിയിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ പേരാവൂർ ലീജിന് വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നാഷണൽ ഡയറക്ടർ PPF ബെന്നി MJ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾക്ക് ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മുടെ ഈ ലീജിയൻ തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മളോട് ഒത്തു പ്രവർത്തിക്കുന്ന, നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പേരാവൂർ ലീജിയനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി വളരെയധികം യത്നിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ PPF ബെന്നി MJ സാർ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഗസ്റ്റ് ഓഫ് ഓണർ, നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് വിശിഷ്ട വ്യക്തിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സീനിയർ രാജേഷ് വൈഭവ് അവർകളാണ്. അദ്ദേഹത്തിന്റെ വീട് ഈ കോഴിക്കോട് പരിസര പ്രദേശങ്ങൾ വടകരയിലാണ്. ഇത്രയും ദൂരം ഈ മഴയും അതുപോലെ മറ്റ് പ്രതികൂല കാലാവസ്ഥയൊക്കെ ജീവിച്ച് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തും അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നതിന് മുന്നേ, അദ്ദേഹം സെക്രട്ടറി ജനറലാണ് നമ്മുടെ സംഘടനയുടെ. ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നതിലുപരിയായി നമ്മുടെ ലീജിയനെ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നയിക്കുകയും നമ്മുടെ ലീജിയന്റെ പേര് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ മനോജ് താഴെപ്പുരയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാവുന്ന പരമാവധി നേട്ടങ്ങളിൽ എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അതുവഴി ബെസ്റ്റ് പ്രസിഡന്റ് എന്നുള്ള അവാർഡ് കരസ്ഥമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പേരാവൂർ ലീജിയന്റെ പേര് ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച നമ്മുടെ മനോജ് താഴെപ്പുരെ, അതിന്റെ പ്രതിഫലം എന്നോണം അദ്ദേഹത്തിന് ഇപ്പോൾ നാഷണൽ കോർഡിനേറ്റർ പദവിയിലേക്ക് നമ്മുടെ ഈ സംഘടന ഉയർത്തിയിരിക്കുകയാണ്. ഒരു പ്രത്യേക വന്ദനം നൽകുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ പേരാവൂർ ലീജിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കുക. അടുത്തതായി നമ്മുടെ ഈ ലീജിയന്റെ പേരാവൂർ ലീജിയന്റെ പ്രൊപ്പോസ്ഡ് പ്രസിഡന്റ് ശ്രീ മനോജ് കുമാർ സാർ ഇവിടെയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷക്കാലമായി വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ട്
നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹമാണ് നമ്മുടെ ഇനി ഒരു വർഷക്കാലം അങ്ങോട്ട് നമ്മളെ നയിക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതനായിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പേരാവൂർ റീജിയന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായി പ്രവർത്തിക്കുകയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുക വഴി നമ്മുടെ ലീജിയനെ നയിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്തനായ പ്രധാനപ്പെട്ട വ്യക്തിയാണ് സീനിയർ CC കുരുവിള സർ. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു ക്ഷമാപണത്തോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട ഡിഗ്നിറ്ററിയെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പേരാവൂർ ലീജിയനെ വളരെ നല്ല രീതിയിൽ നയിക്കുകയും ഏറ്റവും നല്ല സെക്രട്ടറിക്കുള്ള അവാർഡൊക്കെ നേടിത്തന്ന ജോസ് സാറങ്ങനെയുണ്ട്. ഇവർക്ക് രണ്ടുപേരും തന്നെ അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കേണ്ടിയിരുന്നത്. ഒരു ക്ഷമാപണം നടത്തുകയാണ്. നമ്മുടെ ഈ പേരാവൂർ ലീജിയന്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം എനിക്ക് തോന്നുന്നു കർക്കശക്കാരനായ ഒരു സൗമ്യൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എപ്പോഴും ചിരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പേരാവൂർ ലീജിയനെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ശ്രീ ജോസ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രസിഡന്റ് നമ്മുടെ കൂടെ വേദിയിൽ ഇരിക്കുന്നുണ്ട്. സെക്രട്ടറി തീർച്ചയായും വേദിയിൽ ഇരിക്കേണ്ടതായിരുന്നു. അവർക്ക് മുട്ടിന് ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് വേദിയിലേക്ക് വരാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട്. എങ്കിൽ കൂടി ഈ യോഗത്തിന് സംസാരിക്കുന്നതിനും പങ്കെടുക്കുന്നതിനും ഇവിടെ ചേർന്നിട്ടുള്ള സീനിയോറിറ്റീസിന്റെ വിങ്ങിന്റെ സീനിയോറിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയിലെ മെമ്പർമാരുടെ ഭാര്യമാർക്കുള്ള ഒരു സംഘടനയാണ് സീനിയോറിറ്റീസ് എന്ന് പറയും. അവർ രണ്ടുപേരും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആദ്യമായി സെക്രട്ടറി നിർമ്മല ഗോപി അവരെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സീനിയർ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ പേരാവൂർ ലീജിയൻ രൂപീകൃതമായത്. അപ്പൊ അതിലേക്ക് മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് പല ആളുകളെയും നമ്മൾ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പലരും വിമുഖതയാണ് പ്രകടിപ്പിച്ചത്. ഇനി അങ്ങോട്ട് പല മീറ്റിങ്ങിലൊക്കെ പോണ്ടി വരും, പുറത്തേക്ക് പോണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രണ്ടുപേരാണ് നമ്മുടെ കൂടെ മുന്നോട്ട് വളരെ സധൈര്യം മുന്നോട്ട് വന്ന് ഈ പദവി ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വന്നിട്ടുള്ളത്. അതിൽ മുന്നിൽ നിന്ന് നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പേരാവൂർ ലീജിയന്റെ പ്രസിഡന്റിന്റെ പ്രിയപത്നി ഷിബിന മനോജ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഷിബിന മനോജിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ടുള്ള മുഴുവൻ വ്യക്തികളെയും, അതുപോലെ തന്നെ പേരാവൂർ ലീജിയന്റെ മെമ്പർമാർ, നമ്മുടെ ഈ ലീജിയനിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള മെമ്പർമാർ, ഇവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ യോഗത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമീപ പ്രദേശങ്ങളിലെ ലീജിയനുമായി ബന്ധപ്പെട്ട PSC മെമ്പർമാരിവിടെ എത്തിയിട്ടുണ്ട്. കേളകം, മുരുങ്ങോടി, കോളയാട്, കാക്കയങ്ങാട്, അവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ നല്ലൊരു കൈയോടുകൂടി സ്വാഗതം ചെയ്യണം. നമ്മുടെ ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ ഓരോ കുടുംബാംഗങ്ങളെയും, കുഞ്ഞുമക്കളെയും, അതുപോലെ മീഡിയ പേഴ്സണൊക്കെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്, അവരെയും ഒക്കെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ മീഡിയ പേഴ്സന്റെ അഭാവത്തിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം പബ്ലിക്കിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി
അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ കെ ടി തോമസ് അവர்களെയും പ്രത്യേകം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സീനിയർ സെബാസ്റ്റ്യൻ യൂറി. ഒരു നല്ലൊരു സ്വാഗതം ആശംസിച്ച് ഓരോ നേതാക്കന്മാരെയും പ്രത്യേകം എടുത്തു പറഞ്ഞ് എല്ലാവരെയും സ്വാഗതം ചെയ്തതിൽ നമ്മുടെ സീനിയർ PPF സെബാസ്റ്റ്യൻ യൂറി IPP. താങ്ക് യു സർ. അടുത്തതായി ചെയർമാൻ അഡ്രസ് സീനിയർ PPF മനോജ് താഴപ്പുര. MJ Bedi, Secretary General PPF Rajesh Vaibhav, National Director CSL Pradeep CK, Legion Secretary Senior CC Jose, IPP Senior VU Sebastian, Senior Red Wing President Shubina Maharaj, newly elected President Senior Manoj Kumar, Secretary Senior CC Kurula, Treasurer Senior V. Ravindra, Legion Vice President Senior K.T. Thomas, Joint Secretary Senior Sanjeevan, Kerala Legion PST Senior Shaji Masranti, Gurumadi Legion President Senior Ramaju Santi, other Legions President and Secretary, others, MC Senior Ramendra, Senior Devendra Maharaj, and other senior members, family members, new members. ഞാൻ അധികം സംസാരിക്കേണ്ട എന്നുള്ളതാണ് പ്രകൃതി പോലും തീരുമാനിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ സംസാരത്തിന് മുന്നോടിയായിട്ട് ഇവിടെ IPP വെൽക്കം സ്പീച്ച് നടത്തിയപ്പോൾ വളരെ ശാന്തമായിട്ടുള്ള പ്രകൃതി ഇപ്പോൾ വീണ്ടും തകർത്ത് പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മഴ സത്യത്തിൽ നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മെമ്പർമാരിൽ കുറേ ആളുകൾ ഇനി ഇവിടെ എത്തിച്ചേരാനുണ്ട്. അവരെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. കാരണം അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് അതിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളോട് എത്തിച്ചേർന്നു. 2023-24 വർഷം നമ്മുടെ ലീജിയനെ കുറിച്ച് മറ്റുള്ളവർ അറിയാനും അറിയപ്പെടാനും ഒക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് എന്ത് നമ്മൾ നേടി എന്നുള്ളത് ഈ ഒരു കാലയളവിൽ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എനിക്കേറെ വിലപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളാണ്. ആ ഒരു സൗഹൃദ ബന്ധം എന്നും നിലനിർത്തുവാൻ ഇതുപോലുള്ള കൂട്ടായ്മയ്ക്ക് കഴിയും. അതിന് നിങ്ങളൊക്കെ ശ്രമിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് 4 പേര് പുതുതായിട്ട് വന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ 2 പേർക്ക് ചില അസൗകര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്താൻ 3 പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ തയ്യാറായിട്ട് എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തു കൂടെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. മിസ്റ്റർ പ്രകാശ് ചേട്ടനാണത്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം ഒരു പ്രസ്ഥാനം എന്തിനു വേണ്ടിയാണോ എന്നുള്ളത്. ഒരുപാട് പ്രായാധിക്യത്തെ നമ്മൾ വലയുമ്പോൾ
ഫാമിലിയിലുള്ള പ്രത്യേകിച്ച് മക്കള് മരുമക്കളൊക്കെ അച്ഛനെയും അമ്മയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും പോകാറുണ്ട് പല ഫാമിലികളും. അപ്പൊ അത്തരം അവസ്ഥയിൽ അവർക്കൊരു താങ്ങും തണലുമാവുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൃദ്ധസദനങ്ങളിലേക്ക് നമ്മളെ മാതാപിതാക്കളെ കൊണ്ടു തള്ളുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെച്ചുകൊണ്ട് അവരെ പരിചരിക്കാൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മക്കൾ വീട് മാറി താമസിക്കുമ്പോഴൊക്കെ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന പ്രയാസം അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനം കേരളത്തിൽ നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത ജില്ലയിൽ കോഴിക്കോട് രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്തേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ തന്നെയാണ്. ആധികാരികതയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഒരുപാട് വൈകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഗ്മികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ 3 പേര് ഇരിക്കുന്നുണ്ട് നമ്മളോട് സംസാരിക്കാൻ. 3 അല്ല 4 പേര്. ബെന്നി സാറ് നമ്മളോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ സംസാരം കുറച്ചേക്കാം. ബാക്കിയുള്ള 3 ആളുകളും പ്രത്യേകിച്ച് പ്രദീപ് സാറ്, രാജേഷ് സാറ്, ജിയേട്ടനൊക്കെ നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ അതിലൊന്നും കടന്നു പോകുന്നില്ല. ഈ ഒരു കാലയളവിൽ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും അത് എനിക്ക് തോന്നുന്നു ലീജിയൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ഒരു രൂപീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നത് ബെന്നി സാറിനാണ്. 2-3 ലീജിയന്റെ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനോജ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ ലക്ഷ്യം 3 ആണെങ്കിൽ അത് 5-ലെത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് ഉണ്ടാവും. അതിനൊപ്പം നിന്ന മറ്റൊരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ സീനിയർ പ്രദീപ് സാറ്. അതോടൊപ്പം തന്നെ വർഗീസ് വൈദ്യ സാറ്, നാഷണൽ ടീം ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ജോസ് കണ്ടോത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ആ ഒരു സപ്പോർട്ട്, അതിലുപരിയായിട്ട് നിങ്ങൾ ഓരോരുത്തരും തന്നിട്ടുള്ള ആ ഒരു സ്നേഹവായ്പ്, കൂടെ നിന്നുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളെ ഓരോരുത്തരെയും നന്ദിയോടെ ഒരു വേളയിൽ ഞാൻ സ്മരിക്കുകയാണ്. എന്നിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് നേരിട്ടുണ്ടാവും, വിഷമങ്ങൾ നേരിട്ടുണ്ടാവും. അതൊക്കെ സദയം ക്ഷമിക്കണമെന്നുകൂടി ഞാൻ ഈ വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ ഒത്തുചേരുമ്പോഴാണ് ആ ഒരു ഇമ്പം നമുക്ക് കിട്ടുന്നത്, കൂടുമ്പോഴുള്ള ഇമ്പം. മാമ്പൂവിരിയുന്നരാവുകളിൽ ഞാനൊരു പൂതേടിപ്പോയി, ആരും കാണാത്ത പൂതേടിപ്പോയി. ഞാൻ ഈ വരികൾ പാടിയത് മറ്റൊന്നുമല്ല, നമ്മൾ കാണാത്ത ഒരുപാട് പുഷ്പങ്ങളുണ്ട്. ആ പുഷ്പങ്ങൾ തേടിയുള്ള യാത്രയാവണം ഇനി നമുക്കങ്ങോട്ടേക്ക്. കാരണം മനോജ് മാഷ് ടീമും ശക്തരായ പ്രവർത്തകരാണ്. അവർക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയണം. കാരണം പുതിയ ലീജനുകൾ, ആ പൂവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പുതിയ ലീജനുകൾ തന്നെയാണ് മനോജ് മാഷ്. അപ്പം അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുണ്ടാവും. എൻ്റെ മാത്രമല്ല, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഷണലിലെ 2 ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്തതിനാണ്. പ്രത്യേകിച്ച് ഈ ലീജിയനിൽ തന്നെയുള്ള ബെന്നി സാറും ഞാനും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത സപ്പോർട്ടിങ് മനോഭാവമുള്ള 2 പേരാണ് നമ്മുടെ രാജേഷ് സാറും അതുപോലെ തന്നെ ജയേട്ടനും, ഒപ്പം നിൽക്കും പ്രദീപ് സാറും. ഇവരുടെയൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് എന്ന് ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇനി നമ്മുടെ പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ സ്നേഹിച്ചതിന്, എന്നെ സഹിച്ചതിന് നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ലീജിയന്റെ പ്രവർത്തനം ഏറെ മനോഹരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പുതിയ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. മെമ്പേഴ്സ് ആൻഡ് മൈ ഫ്രണ്ട് പ്രകാശൻ, ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Thank you, Chairman. Now, next program. നമ്മുടെ ഒരു വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ വിശദമായി പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് അവതരിപ്പിക്കാൻ
നമ്മുടെ സെക്രട്ടറി സീനിയർ ജോസ് CC സെക്രട്ടറിയെ ക്ഷണിച്ചോളൂ. ഏറെ ബഹുമാനായ അധ്യക്ഷൻ മനോജ് താഴെപ്പുഴ, നാഷണൽ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് ബാബു, PPF പ്രശാന്ത് ബാബു, ഗസ്റ്റ് ഓഫ് ഓണർ ശ്രീ PPF രാജേഷ് വൈഭവ്, നാഷണൽ ഡയറക്ടർ PPF ബെന്നി, പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് PPF K. പ്രദീപ് കുമാർ, IPP സെബാസ്റ്റ്യൻ വിയു, സീനിയോറിറ്റി വിംഗ് പ്രസിഡന്റ് ഷിബിന മനോജ്, സെക്രട്ടറി നിർമ്മല ഗോപി, നിയുക്ത എലക്ടഡ് പ്രസിഡന്റ് മനോജ് മാസ്റ്റർ, സെക്രട്ടറി ശ്രീ സീനിയർ CC കരുവിള, ട്രഷറർ രവീന്ദ്രൻ, executive members, region secretary and president of Mirmodi, Kakayangad and Kolayad, executive members, all seniors and family members, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സീനിയർ ചേംബർ ഇന്റർനാഷണൽ പെരാവൽ ലീജിയന്റെ 23-24 വർഷത്തെ വാർഷിക റിപ്പോർട്ട്. ഡിയർ സീനിയേഴ്സ്, 2018 ഒക്ടോബർ മാസം സീനിയർ MK രാജൻ പ്രസിഡന്റായും സീനിയർ മനോജ് താഴെപ്പുഴ സെക്രട്ടറിയായും സീനിയർ ചേംബർ ഇന്റർനാഷണൽ പെരാവൽ 18 അംഗങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ യഥാക്രമം സീനിയർ KD തങ്കച്ചൻ പ്രസിഡന്റും സീനിയർ സെബാസ്റ്റ്യൻ സെക്രട്ടറിയായും, പിന്നീട് സീനിയർ സെബാസ്റ്റ്യൻ പ്രസിഡന്റും സീനിയർ മനോജ് മാസ്റ്റർ സെക്രട്ടറിയായും, അതിനുശേഷം സീനിയർ മനോജ് താഴെപ്പുഴ പ്രസിഡന്റും സീനിയർ CC ജോസ് സെക്രട്ടറിയായും, ഇപ്പോൾ നിയുക്ത പ്രസിഡന്റായി സീനിയർ മനോജ് മാസ്റ്ററും സീനിയർ CC കരുവിള സെക്രട്ടറിയായും സീനിയർ ചേംബർ ഇന്റർനാഷണൽ പേരാവൂർ ലീജിയൻ എത്തി നിൽക്കുന്നു എന്ന കാര്യം ഇവിടെ ഞാൻ പ്രസ്താവിച്ചുകൊടുത്തു. 2020-21 കോവിഡ് കാലത്ത് ചേംബർ പ്രവർത്തനം മന്ദീഭവിച്ചെങ്കിലും എന്നാൽ പ്രവർത്തനം മിശ്രമാകാതെ സംരക്ഷിക്കാനും സാധിച്ചു. അതിനുവേണ്ടി പ്രവർത്തിച്ച മുൻ ഭാരവാഹികളെ, പ്രത്യേകിച്ചും സീനിയർ TD തങ്കച്ചനെ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. 2023-24 വർഷത്തെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ പേരാവൽ ലീജിയൻ പ്രവർത്തനങ്ങൾ 9 പേർ അടങ്ങുന്ന ഡയറക്ടർ ബോർഡ് അംഗങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും പ്രസിഡന്റ് സീനിയർ മനോജ് താഴെപ്പുഴയും സെക്രട്ടറി സീനിയർ CC ജോസും ട്രഷറർ മനോജ് മാസ്റ്റർ എന്നിവരുൾപ്പെടുന്ന ഔദ്യോഗിക ഭാരവാഹികളാൽ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞു എന്നും നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. 2023-24 വർഷത്തെ പേരാവൂർ ലീജിയൻ പ്രവർത്തനങ്ങൾ വളരെയധികം കാര്യക്ഷമതയോടെ നടത്തപ്പെട്ടു എന്ന് നിങ്ങളെ അറിയിക്കാൻ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ കാലയളവിൽ ലീജിയൻ കൈവരിച്ച നേട്ടങ്ങളും പ്രവർത്തിച്ച സേവനങ്ങളും നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. 18/5/2023 ലീജിയൻ ഇൻസ്റ്റലേഷൻ നടത്തുകയും മുഖ്യാതിഥിയായി MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. നാഷണൽ വൈസ് പ്രസിഡന്റ് സീനിയർ CK പ്രദീപ് കുമാർ, നാഷണൽ കോർഡിനേറ്റർ പബ്ലിക് റിലേഷൻസ് സീനിയർ വാസുദേവൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കോർഡിനേറ്റർ സീനിയർ ബെന്നി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. അത്ലറ്റിക്സ് നാഷണൽ സ്റ്റേറ്റ് ലെവൽ ഗോൾഡ് മെഡൽ നേടിയ ശ്രീ രഞ്ജിത്ത് മാക്കുറ്റിയെ ഉപകാരം നൽകി ആദരിക്കുകയുണ്ടായി. 2023 ജൂലൈ മാസം ഷൊർണൂർ നടത്തിയ സജീവ മീറ്റിൽ പേരാവൂർ ലീജിയനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് സീനിയർ മനോജ് താഴെപ്പുഴയും ട്രഷറർ സീനിയർ മനോജ് മാസ്റ്ററും പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി പേരാവൂർ പഞ്ചായത്തിലെ അർഹരായ 6 പേർക്ക് ഓണപ്പുടവ സമ്മാനിക്കുകയുണ്ടായി. 2023 സെപ്റ്റംബർ മാസം തിരുവല്ലയിൽ നടന്ന ഏരിയ കോൺകോഴ്സിൽ പ്രസിഡന്റ് പങ്കെടുത്തു. 2023 നവംബർ മാസം പേരാവൂർ ലീജിയന്റെ സഹോദരമായി മുരിങ്ങോട് ലീജിയൻ സ്ഥാപിതമായി. ഇൻസ്റ്റലേഷന് ശേഷം പുതിയ 4 മെമ്പർമാരെ പേരാവൂർ ലീജിയനിൽ ഉൾപ്പെടുത്തി.
28/12/2013 വളരെ വിപുലമായ രീതിയിൽ ക്രിസ്മസ് ആഘോഷവും ന്യൂ ഇയർ ആഘോഷവും കുടുംബസംഗമവും നടത്തി. 2023 ഡിസംബർ മാസത്തിൽ സീനിയോറിറ്റി വിംഗ് രൂപീകൃതമായി. ശ്രീമതി ഷിബിന പ്രസിഡന്റായും ശ്രീമതി നിർമ്മല ഗോപി സെക്രട്ടറിയായും സീനിയോറിറ്റി വിംഗിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഡിസംബർ മാസം പരസ്പര സഹായ നിധി ആരംഭിച്ചു. 2024 ജനുവരി 14 നാഷണൽ NDPയുടെ പ്രത്യേക സ്നേഹവിരുന്നിൽ PST അംഗങ്ങൾ പങ്കെടുത്തു. കണ്ണൂരിലായിരുന്നു പ്രോഗ്രാം. 2024 ജനുവരി 24 തലശ്ശേരിയിൽ സീനിയോറിറ്റി വിംഗ് PST മീറ്റിംഗ് നടത്തി. അതിൽ പേരാവൂർ റീജിയൻ സീനിയർ PST അംഗങ്ങൾ പങ്കെടുത്തു. 21-24 സുൽത്താൻ ബത്തേരിയിൽ നടന്ന ഏരിയ കോൺകോഴ്സിൽ 11 പേർ പേരാവൂർ റീജിയനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. പ്രസ്തുത ഏരിയ കോൺകോഴ്സിൽ പേരാവൂർ റീജിയൻ ഏരിയ ജിയിൽ താഴെ പറയുന്ന അവാർഡുകൾ കരസ്ഥമാക്കി. 1. ഫസ്റ്റ് ലീജിയൻ അവാർഡ്, 2nd ഗോൾഡൻ ഗ്രോത്ത് അവാർഡ്, 3rd ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രസിഡന്റ്, 4th ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് സെക്രട്ടറി എന്നീ അവാർഡുകൾ നമ്മൾക്ക് ലഭിച്ചു എന്ന കാര്യം നിങ്ങളെ അഭിമാന പുരസ്സരം ഓർമ്മിപ്പിക്കുന്നു. ഒരു കയ്യടിക്കാറുണ്ട്. പേരാവൂർ ഏരിയയിൽ നിന്നും സീനിയർ മണ്ഡൽ താഴ്വരയും സീനിയർ അരവിന്ദാക്ഷനും PPF കോൺട്രിബ്യൂഷൻ നൽകി. 5/2/2024 പേരാവൂർ താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് ഉള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ഒരു വീൽ ചെയർ സമ്മാനിച്ചു. 11/2/2024 പേരാവൂർ റീജിയൻ കാക്കയങ്ങാട് റീജിയൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് 2ാമത്തെ എക്സ്റ്റൻഷൻ നടത്തി. 21/2/2024 സീനിയർ ചേംബർ ഇന്റർനാഷണൽ പേരാവൂർ കോളയാട് റീജിയൻ ഇൻസ്റ്റാൾ നടത്തിക്കൊണ്ട് 3ാമത്തെ എക്സ്റ്റൻഷൻ പൂർത്തിയാക്കി. ഇത് ഒരു റെക്കോർഡാണ്. 2024 മാർച്ച് മാസം കണ്ണൂരിൽ നടത്തിയ നാഷണൽ കോൺകോഴ്സിന് PST അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. പ്രസ്തുത നാഷണൽ കോൺകോഴ്സിൽ പേരാവൂർ റീജിയൻ 2 അവാർഡുകൾ കരസ്ഥമാക്കി. ഈ അവാർഡുകൾ എക്സലന്റ് ഗ്രോത്ത് അവാർഡ്, 2ാമത്തേത് എക്സലൻസ് അവാർഡ് എന്നീ അവാർഡുകളാണ് ലഭിച്ചത്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി 2024 മാർച്ചിൽ അവസാനിക്കുകയും പുതിയൊരു 9-അംഗ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 2024-25 വർഷം ലീജിയനെ നയിക്കുവാനായി സെക്രട്ടറിയായും സീനിയർ രവീന്ദ്രൻ MB ട്രഷററായും പുതിയ ഭാരവാഹികളെ ആക്കിക്കൊണ്ടേന തിരഞ്ഞെടുത്തു. 2023-24 വർഷത്തെ പ്രസിഡന്റ് സീനിയർ മനോജ് താഴ്വരയെ നാഷണൽ കോർഡിനേറ്റർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഈ പേരാവൂർ റീജിയൻ നടത്തിയിരുന്നു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ പേരാവൂർ റീജിയൻ പുതിയ മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി ശക്തിയോടെ മുന്നേറുന്ന ഈ അവസരത്തിൽ പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുമെന്ന പ്രത്യാശയോടെ 2023-24 വർഷത്തെ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിന് സമർപ്പിക്കുന്നു. പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു സീനിയർ ജോസ് CC സെക്രട്ടറി. ഒരു വർഷത്തെ ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് പുരസ്കാരങ്ങളും കരസ്ഥമാക്കി. ഒരു വർഷം പേരാവൂർ ലീഗിനെ നയിച്ച സെക്രട്ടറി CC ജോസ്, പ്രസിഡന്റ് മനോജ് താഴ്വര. ഈ ടീമിന് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ലൈറ്റിംഗ് ദ ലാമ്പ്